കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തിബേരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലി കടലിൻ്റെ മറുകരയിലേക്ക് പോയി. വലിയ ഒരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോടുകൂടെ അവിടെ ഇരുന്നു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനതതി തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ പീലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. പീലിപ്പോസ് മറുപടി പറഞ്ഞു, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ 200 ദനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല. ശിഷ്യന്മാരിൽ ഒരുവനും ശിമിയോൻ പത്രോസിൻ്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലിയും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട്? യേശു പറഞ്ഞു, ആളുകളെല്ലാം ഭക്ഷണത്തിനിരുത്തുവിൻ. ആ സ്ഥലത്ത് പുല്ല് തഴച്ചു വളർന്നിരുന്നു. 5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു. അനന്തരം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി. അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ. 5 ബാർലി അപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനം പറഞ്ഞു, ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. അവർ വന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടു പോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ ഇന്നത്തെ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഇന്നത്തെ ആദ്യ വായനയുടെ കാതലായ സന്ദേശം ഇതാണ്: ദൈവത്തെ കൂടാതെ, ദൈവാലോചനയില്ലാതെ, ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമ്മൾ എന്തെങ്കിലും തുടങ്ങി വെച്ചാലും അത് നിലനിൽക്കണമെന്നില്ല. നിലനിൽക്കാൻ ദൈവാനുഗ്രഹം വേണം, ഏത് കാര്യമാണേലും. അതുകൊണ്ടാണ് സുഭാഷിതങ്ങൾ 16:3 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ അധ്വാനം ദൈവത്തിന് അർപ്പിക്കണം, നിന്റെ പദ്ധതി ഫലമണിയും. ഗമാലിയേൽ നൽകിയൊരു സന്ദേശം നമ്മൾ കേൾക്കുകയുണ്ടായി. അപ്പസ്തോലന്മാരെ അവർ പിടിച്ച് അവരെ വധിക്കാനും മറ്റും ആലോചന ചെയ്തപ്പോൾ ഗമാലിയേൽ ഇടപെട്ട് പറഞ്ഞ ഒരു കാര്യം, ഇവരോട് ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം. എന്നിട്ട് അവൻ കൊടുത്ത ഒരു നിർദ്ദേശം ഇതാണ്: ഇവരായിട്ട് ആരംഭിച്ച പ്രസ്ഥാനമാണെങ്കിൽ തന്നെ നിന്നു പൊക്കോളും. നിങ്ങൾ അവരെ കൊല്ലാനൊന്നും പോകേണ്ട കാര്യമില്ല, അതെല്ലാം കെട്ടടങ്ങിക്കോളും. പക്ഷെ ദൈവമായിട്ട് തുടങ്ങിയതാണെങ്കിൽ നിങ്ങൾ ആരെല്ലാം നോക്കിയെന്ന് പറഞ്ഞാലും നിർത്താൻ പറ്റത്തില്ല. ദൈവമായിട്ട് ആരംഭിച്ചത് അത് നിലനിൽക്കും. ദൈവമായിട്ടല്ലാതെ നമ്മുടെ മാനുഷിക ചിന്തയിൽ നമ്മൾ ആരംഭിച്ച പ്രസ്ഥാനങ്ങളാണെങ്കിൽ അത് കെട്ടടങ്ങും, അതധികം മുമ്പോട്ട് പോയെന്ന് വരില്ല. അത് നമ്മുടെ ജോലിയാണേലും ബിസിനസ് ആണേലും ഇത് സമ്പത്ത് ശേഖരണമാണേലും എന്താണെന്ന് പറഞ്ഞാലും ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് കെട്ടടങ്ങും എന്നുള്ളത് കർത്താവ് വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന കാതലായ ഒരു സന്ദേശം, നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹപ്രദമാകാൻ, സുരക്ഷിതമാകാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നു, ശിഷ്യന്മാർ പ്രഹരിക്കപ്പെട്ടു. പക്ഷെ നമ്മൾ കാണുകയാണ് ഒരു ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി. എത്ര ക്രിസ്ത്യാനികൾക്ക് പറ്റുന്ന കാര്യമാണ്.
ഒരു തെറ്റും ചെയ്യാതെ അകാരണമായിട്ട് പീഡിപ്പിക്കപ്പെടുമ്പോൾ പോലും അതിൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്, അത് രക്ഷാകരമായൊരു സഹനമാണ് എന്ന് ചിന്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആ ഒരു മനോഭാവത്തിൽ മുമ്പോട്ട് പോകാൻ എത്ര ക്രിസ്ത്യാനികൾ കഴിഞ്ഞേക്കും. ഇവിടെ നമ്മൾ കാണുന്നത് ഇവർക്ക് സാധ്യമായ ഒരു കാര്യം, കാരണം അത്രമാത്രം ഒരാത്മീയമായി വളർന്നിരുന്നു, അത്രമാത്രം അവർ ദൈവത്തെ സ്നേഹിച്ചിരുന്നു. അപ്പം അതുകൊണ്ടാണ് കർത്താവിനെ പ്രതി സഹിക്കേണ്ടി വന്ന, വിശ്വാസത്തെ പ്രതി സഹിക്കേണ്ടി വന്ന കാര്യങ്ങൾ അത് മധുരമായിട്ട് അവർക്ക് അനുഭവപ്പെട്ടത്, നൊമ്പരമാകുന്നതിനേക്കാൾ മധുരമായിട്ട് അനുഭവപ്പെട്ടത്. ഇതിന് നമ്മളും സ്നേഹത്തിൽ വളരണം. കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി, അതുപോലെ സഹോദര സ്നേഹത്തെ പ്രതി നമ്മുടെ ജീവിതം ജീവിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്നതെല്ലാം എടുക്കാൻ സാധിക്കുമ്പോൾ ഇവരുടെ അതേ അനുഭവം നമുക്കുണ്ടാകും. സഹനത്തിൻ്റെ നടുവിലും ആനന്ദിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താവുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടു കർത്താവ് അപ്പം വർദ്ധിപ്പിക്കുന്ന രംഗം. പക്ഷെ കർത്താവ് ശിഷ്യന്മാരെ പരീക്ഷിക്കുന്നത് കാണാൻ പറ്റും. അവനെന്താ ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ അവൻ അറിയാമായിരുന്നു. എങ്കിലും അവരോട് പറഞ്ഞൊരു കാര്യം, വലിയൊരു ജനക്കൂട്ടം വരുന്നതുണ്ടോ, നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കണം. എന്താ മാർഗം? ഇനി അവരുടെ പ്രതികരണം നമുക്ക് കാണാൻ സാധിക്കും. ഇവർക്കെല്ലാവർക്കും ഓരോ കുഞ്ഞു കഷ്ണം കൊടുക്കണമെങ്കിൽ തന്നെ 200 ദിനാറയുടെ അപ്പം വാങ്ങിച്ചാൽ തികയത്തില്ല. അപ്പോഴാണ് അന്ത്രയോസ് മുമ്പോട്ട് വന്ന് പറയുന്നത്, ഞാനൊരു ബാലനെ കണ്ടുപിടിച്ചു, അവൻ്റെ കയ്യിൽ 5 ബാർലി അപ്പവും 2 മീനും ഉണ്ട്. 5 അപ്പവും 2 മീനും. ഇനി പക്ഷേ ഇത് ഇത്രയും വലിയ ജനക്കൂട്ടത്തിന് എവിടെ എത്താൻ? കർത്താവ് ഇത് കേട്ടതേ പറഞ്ഞൊരു കാര്യമുണ്ട്. ജനങ്ങളോട് പറഞ്ഞു ഇരിക്കുക. അവരെല്ലാം ഇരുത്തി. എന്നിട്ട് ഈ 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തി അത് ശിഷ്യന്മാരുടെ കൊടുത്ത് അവർ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ട ഇതിൻ്റെ കാതലായ ഒരു സന്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ ചിലപ്പോൾ നിസ്സാരരായിരിക്കാം, നമ്മുടെ കൈവശമുള്ളത് വളരെ ചെറിയ സമ്പത്തായിരിക്കാം, നമുക്ക് വലിയ ആരോഗ്യമൊന്നും ഇല്ലായിരിക്കാം. പക്ഷേ ഇതെല്ലാം ഒന്ന് പ്രാർത്ഥിച്ച് ആശീർവദിച്ച് കഴിയുമ്പോഴത്തേക്കും കാര്യങ്ങൾക്ക് വ്യത്യാസം വരും. അതാണ് ദൈവം ഈ വചനഭാഗത്തിലൂടെ നമുക്ക് തരുന്ന സന്ദേശം. നമ്മുടെ കഴിവിലേക്കോ കുറവിലേക്കോ നോക്കുന്നതിനേക്കാൾ ദൈവത്തിങ്കിലേക്ക് നോക്കാൻ സാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കാൻ സാധിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിയുന്നത് കാണാൻ പറ്റും. ഇന്ന് കുറച്ച് അത്ഭുതം കാണാൻ മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. അത്ഭുതം കണ്ടാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്നവരെ കാണാൻ പറ്റും. യേശു പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ടിട്ട് വലിയ ജനക്കൂട്ടം അവൻ്റെ ചുറ്റും ഒരുമിച്ച് കൂടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇനി ഒരത്ഭുതം പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ രോഗസൗഖ്യം കൊടുക്കാൻ കർത്താവിന് കഴിവുണ്ടായിരുന്നു. എന്നിട്ടും കർത്താവ് പാടുപീഡ സഹിച്ച് കുരിശിൽ മരിച്ച് ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെട്ടതിനെക്കുറിച്ച്, അല്ലെങ്കിൽ മരണാനന്തരം ഉയർപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് സുവിശേഷങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്, നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ശരീരത്തിന് നൽകപ്പെടുന്ന അപ്പത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ. ജീവൻ്റെ അപ്പം. യോഹന്നാൻ 6-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന, ദൈവം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ശരീരത്തിന് ഉതകുന്ന ഭക്ഷണമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണമുണ്ട്. ഈ ആത്മീയ ഭോജ്യം, അതിലാണോ നമ്മുടെ ശ്രദ്ധ? അതുകൊണ്ട് അതോ ദിവസവും നമുക്ക് വായ്ക്ക് രുചിയുള്ള ഭക്ഷണം കിട്ടി ശരീരത്തിന് പരിപോഷണം നൽകി അങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോയാൽ മതിയോ? നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ 4-ാം അധ്യായത്തിലും ഒരു രംഗം, സമറിയക്കാരി സ്ത്രീയുമായിട്ടുള്ള യേശുവിൻ്റെ സംഭാഷണം. അവിടെ പറഞ്ഞു വരുമ്പോൾ കർത്താവ് സൂചിപ്പിച്ചൊരു കാര്യമാണ്, നീ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് കുടിവെള്ളം, പക്ഷേ ഞാൻ നിന്നോട് പറയുന്നത് ജീവജലത്തെക്കുറിച്ചാണ്. കുടിവെള്ളവും ജീവജലവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞ പോലെ വിശപ്പടക്കുന്ന, ശരീരത്തിൻ്റെ വിശപ്പടക്കുന്ന ഭക്ഷണവും ആത്മാവിന് പരിപോഷണമാകുന്ന ഭക്ഷണവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിലേതിലാണ് നമ്മുടെ ശ്രദ്ധ? ഏതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമുക്കറിയാമല്ലോ, മരണാനന്തര ജീവിതത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ ഭൂമിയിലെ ജീവിതം കടലിലെ ഒരു തുള്ളി വെള്ളം പോലെയാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ശ്രദ്ധ മരണാനന്തര ജീവിതം, ആത്മാവിൻ്റെ കാര്യങ്ങൾ,
നിത്യരക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ പോലും ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ദൈവമക്കൾ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരിച്ചറിവുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ നേട്ടമായിരിക്കും. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് കർത്താവിനെ പ്രതി എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും അതെല്ലാം എടുക്കേണ്ടതുപോലെ എടുക്കാൻ പറ്റും. മാത്രമല്ല, മരണാനന്തരം നിത്യജീവന് നമുക്ക് അർഹത ലഭിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ദൈവിക ചിന്ത മനസ്സിൽ നിന്ന് മായാതെ മറയാതെ കാത്തു സൂക്ഷിച്ച് അതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.